സർക്കാർ വെട്ടിലോ എന്നതാണ് ചോദ്യം. രണ്ട് അതിജീവിതമാരുണ്ട്, യുവകഥാകൃത്ത്, അതോടൊപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ്, പേരടക്കം പറയാം മുഖം കാണിക്കാം എന്ന ഉറച്ചു പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന അമൃതയുണ്ട്. കോൺഗ്രസ് പ്രതിനിധി ബിന്ദു കൃഷ്ണ, എം ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് സി ഷുക്കൂർ നടൻ, അതോടൊപ്പം തന്നെ ഇടത് അനുഭാവി. ആദ്യം ഞാൻ ബിന്ദു കൃഷ്ണയിലേക്ക് പോവുകയാണ്. ബിന്ദു, ആദ്യം നമ്മൾ മുകേഷിന്റെ കേസ് എടുക്കുകയാണ്. മുകേഷിനെതിരെ ഇന്നലെ ഒരു ആരോപണം ഉയർന്നു. ആ ആരോപണം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലും വന്നതാണ്. ഇന്നിപ്പോൾ ഒരു നടിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ചെറിയ ആരോപണമല്ല, വലിയ രൂപത്തിൽ തന്നെയുള്ള ആരോപണമാണ്. അതൊരു റേപ്പ് അറ്റംപ്റ്റ് തന്നെയാണ്. നിലവിൽ ഈ വിഷയത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങളൊരു പ്രതിഷേധ പരിപാടി കോലം കത്തിക്കലടക്കമുള്ള നടത്തിയിട്ടുണ്ട്. പക്ഷേ MLA സ്ഥാനത്തു നിന്ന് തന്നെ മുകേഷ് മാറണം എന്നുള്ളതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം? ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ആവർത്തിച്ച് സ്ത്രീപീഡന ആരോപണ വിധേയനാകുന്ന ഒരാൾ MLA സ്ഥാനത്ത് തുടരുന്നത് തീർച്ചയായും ആ അന്വേഷണത്തെ ബാധിക്കും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ളത്, ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച ഇരകൾ പരാതി കൊടുത്താൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്ന് തോന്നുന്നില്ല. അത്രമേൽ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. എത്ര കുറ്റാരോപണം വന്നാലും, എത്ര സ്ത്രീകളെ ആക്രമിച്ചു എന്ന പരാതി വന്നാലും, എത്ര പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന പരാതി വന്നാലും, മോശമായി പെരുമാറി എന്ന പരാതി വന്നാലും ഒന്നും പ്രശ്നമല്ല, ഞങ്ങളുണ്ട് സംരക്ഷിക്കുവാൻ എന്ന സന്ദേശമാണ് നിലവിൽ നമുക്ക് ബോധ്യമാകുന്നത്. ഇന്ന് പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ നടൻ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ, ഒരു അധികാരത്വ സ്ഥാനത്തിരിക്കുന്ന ആളിനെതിരെ അന്വേഷണം ആരംഭിച്ചാൽ ആ അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുന്നതാണ് കൂടുതൽ ഉചിതം. പ്രത്യേകിച്ചും അന്വേഷണ ഏജൻസികളിൽ ദുസ്വാധീനം നടത്തുവാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രതിപക്ഷ MLAക്കാണ് അത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും ഭരണകക്ഷി അദ്ദേഹത്തെ സഹായിക്കുമെന്ന് സാമാന്യ യുക്തിക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അത് മാത്രവുമല്ല, ഇവിടെ സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ സിനിമാ നയ രൂപീകരണ വേദിയിലും സർക്കാർ കൊട്ടിഘോഷിച്ച് ഇരകളെയും വേട്ടക്കാരെയും ഇരുത്തി നടത്താൻ പോകുന്ന കോൺക്ലേവും അത്തരം കാര്യങ്ങൾ നയരൂപീകരണ സമിതി, ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമുള്ള സമിതിയിൽ പോലും അദ്ദേഹം അംഗമാണ്. ആ അംഗത്വം ഈ 3 മണിക്കൂറുകളായി അദ്ദേഹത്തിനെതിരെ നിരന്തരമായ ആരോപണങ്ങൾ വന്നിട്ടും അദ്ദേഹത്തെ ആ സമിതിയിൽ നിന്നെങ്കിലും മാറ്റി നിർത്താൻ തയ്യാറാകാതെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ധൈര്യത്തിനാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പക്ഷേ അന്വേഷണത്തെ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുന്നത്? അന്വേഷണമൊന്നും ഈ സർക്കാർ നടത്താൻ പോകുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും കേരളത്തിന്റെ പൊതുമനസാക്ഷി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ചേരുകയാണ്. ബിന്ദു, അതെ, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗം ചേരുമ്പോൾ ആ അന്വേഷണ സംഘത്തിൽ ഈ സർക്കാർ തന്നെ നൽകുന്ന സന്ദേശം സ്ത്രീ വിരുദ്ധതയാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥകളെ വെച്ചുകൊണ്ട് ഒരു ടീമിനെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് മികച്ച IPS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ, അല്ലാതുള്ളവർ ആ കൂട്ടത്തിലുണ്ട് എങ്കിൽ പോട്ടെ, മികച്ച IPS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ വെച്ചുകൊണ്ടൊരു ടീം രൂപീകരിച്ചിട്ട് ആ ടീമിന് നേതൃത്വം നൽകാൻ ഒരു പുരുഷൻ, ആ ടീമിന് മേൽനോട്ടം നയിക്കാൻ വേറൊരു പുരുഷൻ. ഇതെന്താ സ്ത്രീകൾക്ക് കഴിവില്ലേ? ഇവരെല്ലാം IPS കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ വാങ്ങിയത്? അവരൊക്കെ സർവീസിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രവർത്തിച്ചല്ലേ? SP-മാരായും ACP, അവർ അസിസ്റ്റന്റ് കമ്മീഷണർമാരായും ഒക്കെ, അല്ലെങ്കിൽ അവർ ആദ്യകാലത്ത് പ്രൊബേഷൻ പീരീഡിലൊക്കെ പ്രവർത്തിക്കുകയും ഫീൽഡിൽ പ്രവർത്തിക്കുകയും പിന്നീട് കമ്മീഷണർമാരായി ജില്ലയുടെ ചുമതലയൊക്കെ വഹിക്കുകയും സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് നിരവധി കേസ് അന്വേഷണങ്ങൾക്ക് സമർത്ഥമായി നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥരെ പോലും പോലീസ്, ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വിശ്വാസമില്ല. അതിൻ്റെ മേളിലൊരു പുരുഷനെ കൂടി വെച്ചാലേ അത് ശരിയാവൂ എന്ന് കാണുമ്പോൾ എന്തൊക്കെയോ മറയ്ക്കാനോ ഒളിക്കാനോ അല്ലേ ഈ ടീമെന്ന് സ്വാഭാവികമായൊരു സംശയം ഓരോ മലയാളിക്കും ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ അത് മാറ്റുമെന്നൊക്കെ പറഞ്ഞു വന്നു, പക്ഷേ കൃത്യമായ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭാധനങ്ങളായ സഹോദരിമാർ, പെൺകുട്ടികളുണ്ട്, യുവതികളുണ്ട്, മുതിർന്ന സ്ത്രീകളുണ്ട്, വിവിധ പ്രായത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവരുടെ തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നു. പക്ഷെ നിങ്ങളുടെ ആരോപണം രാഷ്ട്രീയ ആരോപണമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നുള്ള വാദമാണ് മുകേഷ് ഉയർത്തുന്നത്. ദുർബലമാണ് എങ്കിൽ പോലും ഇപ്പോൾ നടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തലാണല്ലോ ഇന്നിപ്പോൾ ഏറ്റവും ശക്തമായി ഉയർന്നിരിക്കുന്നത്. മുകേഷ് അടക്കമുള്ള ഒരുപാട് നടന്മാർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരനെതിരെയും ആരോപണമുണ്ട്.
ഒന്നാമതായി ശ്രീ മുകേഷ് ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ പ്രേരിതമായാണ് എനിക്കെതിരെ യുവതികൾ അല്ലെങ്കിൽ സിനിമാ നടിമാർ ആരോപണം ഉന്നയിക്കുന്നത്. എന്ത് രാഷ്ട്രീയമാണ്? ഏത് രാഷ്ട്രീയമാണ്? ഈ വനിതകൾക്ക് എന്ത് രാഷ്ട്രീയമെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന മുകേഷിൻ്റെ വാദമുഖം നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ സർക്കാരല്ലേ ഭരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ, അദ്ദേഹത്തിൻ്റെ ആളുകളുടെ കയ്യിലല്ലേ ഭരണമുള്ളത്. എവിടെ ഗൂഢാലോചന നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ തെളിയിക്കൂ. എന്തായാലും ഞങ്ങളാരും ആ ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ ഭാഗമല്ല. ഞാനോ എൻ്റെ പാർട്ടിയോ അത്തരമൊരു പ്രവർത്തനത്തിന് ഇന്നുവരെ മുതിർന്നിട്ട് നാളെ മുതിരാനും ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയുന്ന എസ്കേപ്പിസം മാത്രമാണ്. അത് തികഞ്ഞും ദുർബലമാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചല്ലോ കോൺഗ്രസ് നേതാവിനെതിരായി ഒരു ആരോപണം ഉയർന്നു വന്നു. തീർച്ചയായും ആ ആരോപണം അന്വേഷിക്കണം. ഈ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അല്ല ഇനിയിപ്പോൾ വേറെ പാർട്ടിയെന്നോ പാർട്ടി ഇല്ലാത്തവരെന്നോ ഒന്നും ബാധകമല്ല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ. സ്ത്രീകളോട് മോശമായി പെരുമാറുകയും അവരുടെ പാഷനോ അല്ലെങ്കിൽ അവരുടെ കരിയറോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് നിലനിൽക്കേണ്ട ഇടങ്ങളിൽ ചെന്ന് അവരെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മുതിരുകയോ ചെയ്യുന്നത് ഏറ്റവും കിരാതമായ കുറ്റകൃത്യം തന്നെയാണ്. ആ കുറ്റകൃത്യത്തിന് ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന ഭാരതീയ ന്യായ സംഹിത അനുശാസിക്കുന്ന രീതിയിൽ തന്നെ അത്തരം കേസുകളെ കൈകാര്യം ചെയ്യണമെന്നുള്ള കൃത്യമായ നിലപാടാണുള്ളത്. ശരി, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, 2 രാജികൾക്ക് ശേഷമാണ് ഇപ്പോൾ മുകേഷിനെതിരെ ഏറ്റവും ശക്തമായ ആരോപണം വരുന്നത്. അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഇപ്പോൾ സിനിമാ നയം രൂപീകരിക്കുന്ന 10 അംഗ സമിതിയിലും അദ്ദേഹമുണ്ട്. കോൺക്ലേവിൻ്റെ നടത്തിപ്പുകാരനായിട്ടും അദ്ദേഹം വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരാൾ സർക്കാരിൽ തുടരാമോ, സർക്കാരിൻ്റെ ഭാഗമായി തുടരാമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ചോദിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ളവർ ചോദിക്കുന്നുണ്ട്. ഇന്ന് നോക്കൂ, 3 പൃഥ്വിരാജിൻ്റെ പ്രതികരണം, മുകേഷിൻ്റെ പ്രതികരണം, ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം, 3 തരം പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൽ പൃഥ്വിരാജിൻ്റെ പ്രതികരണം എത്രത്തോളം സ്വയം വിമർശനപരമാണ്, അതായത് താൻ കൂടി അംഗമായ സംഘടനയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. തീർച്ചയായും പൃഥ്വിരാജിൻ്റെ പ്രതികരണം ഇപ്പോൾ മാത്രമല്ല, 2017 നമ്മുടെ പ്രശസ്തിയായ സഹോദരി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിലും പൃഥ്വിരാജും ആസിഫ് അലിയൊക്കെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും അമ്മ സംഘടനയിൽ അത് വലിയ വിവാദം ഉയർത്തുകയും അവരുടെ ആവശ്യപ്രകാരം അന്ന് ആരോപണ വിധേയനായി പിന്നീട് ഈ പിണറായി സർക്കാർ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആ നടനെ എതിരെ അമ്മയിൽ നിന്ന് നടപടിയെടുപ്പിക്കുന്നതിൽ അവർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിച്ചിട്ടുണ്ട്, റോൾ വഹിച്ചിട്ടുണ്ട്. അത് നമ്മൾ മറക്കാതെ പോയിക്കൂടെ. തീർച്ചയായും പൃഥ്വിരാജിനെ പോലുള്ള യുവ നടന്മാർ, ആസിഫ് അലിയെ പോലുള്ള ആൾക്കാർ തീർച്ചയായും പ്രതീക്ഷ നൽകുന്നവരാണ്. എനിക്ക് രാഷ്ട്രീയമായി കാണുന്നതിൽ തീരെ താല്പര്യമില്ല. ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവാണ്. അവർ വളരെ ഈ സർക്കാരിനെയും ഈ സംവിധാനത്തെയും മുഴുവൻ അടിച്ചാക്ഷേപിക്കാനുള്ള രാഷ്ട്രീയ സംഗതിയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയോ ഇപ്പം നടക്കുന്ന ഈ മീറ്റൂവിൽ പറയുന്ന കാര്യങ്ങളെയോ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. വളരെ വ്യക്തമായി പറയാനുള്ളത്, ശ്രീ മുകേഷ് ഇടതുപക്ഷ സാംസ്കാരിക ബോധം വെച്ച് ഇടതുപക്ഷത്തെ ഹൃദയത്തിലേറ്റി അധികാരത്തിലെത്തിയ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ശ്രീ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം. മുകേഷിന് ലഭിക്കുന്നത് രാഷ്ട്രീയ പിന്തുണയല്ലേ അഡ്വക്കേറ്റ് സി ഷുക്കൂർ? മുകേഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പിന്തുണയല്ലേ? അല്ല, നമ്മളെ സ്മൃതി ഞാൻ പറഞ്ഞു കഴിയട്ടെ. മുകേഷിന് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇടതുപക്ഷമോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന് പിന്തുണ നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിയട്ടെ. സ്മൃതി ഇടയിൽ കയറല്ലേ? അവരിപ്പോൾ സംസാരിക്കുമ്പോൾ സ്മൃതി ഒന്നും തടസ്സപ്പെടുത്തിയില്ലല്ലോ. തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ സാംസ്കാരിക ബോധമുള്ള ആൾ, ഇടതുപക്ഷ പ്രവർത്തകർ ഒരിക്കലും ഇത്തരം ഒരാൾ MLA സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് ആ വെളിപ്പെടുത്തിയ സഹോദരി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ ഉറപ്പിൻ്റെ പുറത്താണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നതാണ്. മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം നൽകിയ വാക്ക് പാലിക്കുമെന്ന് ജനങ്ങൾക്കറിയാം. അദ്ദേഹം എക്കാലത്തും പറഞ്ഞ വാക്കുകൾ ഉറപ്പിച്ച് നടത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്മൃതി ഉടനെ എന്നോട് ചോദിക്കും 4 വർഷം ഈ റിപ്പോർട്ട് എവിടെയായിരുന്നു? അത് പലവട്ടം ആ കാര്യം ചർച്ച ചെയ്തതാണ്. നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ടത്, ശ്രീ മുകേഷിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമുള്ളത്. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹത്തോട് വ്യക്തിപരമായ യാതൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇതൊരു ഇഷ്യൂ ബേസ്ഡായ സംഗതിയാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ്. അദ്ദേഹത്തെ പോലെ വർഷങ്ങളോളം സിനിമയിലുള്ള ഒരാൾക്കെതിരെ വന്ന ആരോപണത്തെ അതേ ഗൗരവത്തിൽ തന്നെ സർക്കാർ കാണും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ SIT നിയമിച്ചിട്ടുണ്ട്. ആ അന്വേഷണ ടീമിൽ സ്ത്രീകളുണ്ട്.
മുതിർന്ന IAS ഓഫീസർമാരുണ്ട്, അവരെക്കാൾ വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരവരുണ്ട്. ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള അന്വേഷണത്തിൻ്റെ മേധാവി, അതിന് തൊട്ട് താഴെയുള്ള ആ ചുമതലയുടെ നിയന്ത്രിക്കുന്നയാൾ, അതിന് താഴെ IPS ലെവലിലുള്ള ഉയർന്ന എക്സ്പീരിയൻസ്ഡ് ആയ ഇതുപോലുള്ള കേസുകൾ അന്വേഷിച്ച് പ്രാഗൽഭ്യമുള്ള IAS വനിതാ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. സ്ത്രീപീഡന കേസുകൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെട്ടവരുമുണ്ട് ഈ സംഘത്തിൽ. നമ്മൾ പരിശോധിക്കാം. നമ്മൾ ഒരു കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് പരിശോധിക്കാം. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞാണ് പരാതി ലഭിച്ചാൽ അന്വേഷിക്കും. അങ്ങനെ പരാതി ലഭിച്ചതിൻ്റെ പുറത്ത്, വെളിപ്പെടുത്തിയതിൻ്റെ പുറത്തുള്ള അന്വേഷിക്കാനാണ് ടീമിനെ വെച്ചത്. നമ്മുടെയൊക്കെ ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരന്വേഷണവും നിലവിലില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ സ്മൃതി, അല്ല അന്വേഷണം ഇപ്പം ഒരു മിനിറ്റ്, റിട്ടയർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതി സീൽ വെച്ച കവറിൽ ബാക്കി പേപ്പറുകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയെ പരിശോധിക്കട്ടെ എന്ന് നമ്മൾ അതിനിടയിൽ. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണ വലിയ നേതാവാണ്. അദ്ദേഹം DCC പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നയാളാണ്. അവരുടെ പാർട്ടിയിലെ 2 MLA FIR രജിസ്റ്റർ, ആരോപണമല്ല, FIR രജിസ്റ്റർ ചെയ്ത് സുദീർഘമായി പോലീസ് അന്വേഷിച്ച് 2 പേർക്കെതിരെ ബലാത്സംഗത്തിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ 2 MLA മാർക്കെതിരെ, എൽദോസിൻ്റെ പേരിലും വിൻസെൻറ്റിൻ്റെ പേരിലും. ആ പാർട്ടിയുടെ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്ത് അവരെ മാറ്റി നിർത്തിയിരുന്നോ? അവരെ രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ കുറ്റപത്രം കൊടുത്തവരെ കുറിച്ചാണ് പറയുന്നത്. ആരോപിത വിധേയമായോ FIR രജിസ്റ്റർ ചെയ്തതല്ല. 2 MLA മാർ, അത് ഇന്നും ആദ്യത്തെ MLA, അയാൾ ആദ്യത്തെ ഘട്ടത്തിൽ, വിൻസെൻ്റ് എന്ന് പറയുന്ന ആൾ ആദ്യത്തെ ഘട്ടത്തിൽ MLA ആയ സമയത്താണ് ആരോപണം വരികയും അദ്ദേഹത്തിനെതിരെ FIR വന്ന് ജയിലിൽ കിടന്ന് വീണ്ടും അയാൾക്ക് കോടതി മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. വീണ്ടും അയാൾ MLA ആയി. ഇന്ന് എൽദോസ് കുന്നപ്പള്ളിയുടെ വധശ്രമത്തിനും റേപ്പിനുമാണ് അയാൾക്കെതിരെ കേസ്. അവർ MLA മാരെ ഇരിക്കുന്നില്ലേ? ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന, ഞാൻ പറയുന്നത് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ്, എനിക്ക് തർക്കമൊന്നുമില്ല. ബിന്ദു കൃഷ്ണക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ 2 MLA മാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാൻ അവർക്ക് പറ്റുമോ? രാഷ്ട്രീയം കൊണ്ട് മറക്കാൻ പാടില്ല. ബിന്ദു അതിന് മറുപടി പറഞ്ഞോളൂ. അല്ല, ഞാൻ അവരുടെ പോയിന്റ് ടു പോയിന്റ് മറുപടി പറയണല്ല. അല്ല പോയിന്റ് ടു പോയിന്റ് മറുപടി അല്ല, ഞാൻ പറഞ്ഞു കേട്ടോ. ബിന്ദു വേഗം പറഞ്ഞ ശേഷം എനിക്ക് പറഞ്ഞോട്ടെ. ശ്രീ വിൻസെന്റിനെതിരെ ആരോപണം വന്നപ്പോൾ അന്ന് KPC സെക്രട്ടറി ആയിരുന്ന ശ്രീ വിൻസെന്റിനെ ആ സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റി നിർത്തി. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് തന്നെയാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്കും ശ്രീ M വിൻസെന്റിനും എതിരെയുള്ള ആരോപണങ്ങളെ ഞാൻ അടക്കമുള്ള കോൺഗ്രസ് നോക്കി കണ്ടത്. മാത്രവുമല്ല, ശ്രീ M വിൻസെന്റിനെയോ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോ ഭരണകൂടമോ അല്ലെങ്കിൽ പോലീസോ ഏതെങ്കിലും അൺഡ്യൂ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ തരമില്ല. CPM ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കെതിരെ വൈര്യനിരാധന ബുദ്ധിയോടുകൂടി തന്നെ കേസെടുക്കത്തുള്ളൂ, വേറെ ഒന്നുമില്ല. അത് നിയമപരമായി തന്നെ മാറി. ഇതാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം വന്നാൽ അത് രാഷ്ട്രീയം. അദ്ദേഹം പിന്നീട് പൊതുമണ്ഡലത്തിൽ ഇറങ്ങിയതെന്ന് അറിയാത്തവരല്ല നമ്മളാരും. അതും ഇതുമായി കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല. കേസ് കൊടുത്താണ് നിങ്ങൾ ഈ ബിന്ദു കുറ്റപത്രം കൊടുത്ത കേസിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത് രാഷ്ട്രീയം കാണല്ലേ? നിങ്ങൾ കുറ്റപത്രം കൊടുത്ത കേസിൽ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ ഏജൻസിക്കെതിരെ ആക്ഷേപമുണ്ടോ? നിങ്ങളെ കേരളത്തിലെ അന്വേഷണ ഏജൻസി തെറ്റാണെന്ന് ആക്ഷേപമുണ്ടോ? നിങ്ങൾ റേപ്പ് കേസിലെ അന്വേഷണ വിധേയമാണ്. ശരി, നമുക്ക് മുകേഷിനെ MLA ആയി മാത്രം കണ്ടാൽ പോരാ. ഒരു മിനിറ്റ്, നമുക്ക് രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഇവിടെ അതിജീവിതരുണ്ട്. ഇല്ല 2 അനുഭവസ്ഥർ അവരുടെ സാഹചര്യം വ്യക്തമാക്കാനായി ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സിനിമാ മേഖലയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലും ആണ് നമ്മുടെ ചർച്ച. അതിലേക്ക് തന്നെ നിങ്ങൾ 2 പേരും തിരിച്ചെത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അവരിലേക്ക് പോകുന്നു. ജീവിതരുണ്ട് ചർച്ചയിൽ ആദ്യം യുവ കഥാകൃത്തിലേക്ക് പോവുകയാണ്. കേൾക്കാമല്ലോ അല്ലേ? ഞാൻ യുവ കഥാകൃത്തിലേക്ക് പോവുകയാണ്. VK പ്രകാശിനെതിരെ ആരോപണം ഉന്നയിച്ച യുവ കഥാകൃത്ത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? VK പ്രകാശിൽ നിന്ന് എന്ത് ദുരനുഭവമാണ് ഉണ്ടായത്? എപ്പോഴാണ് ഉണ്ടായത്? 2 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. കഥ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് VK പ്രകാശ് എന്ന ഡയറക്ടറെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്പർ കിട്ടി, ഞാൻ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ത്രെഡ് അയക്കാൻ പറഞ്ഞിട്ട് ത്രെഡ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ത്രെഡ് അയച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആണ് ത്രെഡ് എന്ന് പറഞ്ഞു. നമുക്ക് കഥ കേൾക്കാനായിട്ട് കൊല്ലത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ കൊല്ലത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം കൊച്ചിയിൽ നിന്ന് കൊല്ലത്ത് വരെ പോകണമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു സാറ് എപ്പോഴാണോ കൊച്ചിയിൽ വരുന്നത് അപ്പോൾ ഞാൻ വന്ന് കഥ പറഞ്ഞോളാം, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം, സാറിന് എന്തായാലും ത്രെഡ് ഇഷ്ടമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാൻ കുറച്ച് സമയത്തേക്ക് തിരക്കായിരിക്കും, മുംബൈയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും, അപ്പോൾ ഇപ്പം തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് ആൾ വിളിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ഓക്കെ പറഞ്ഞൊരു സംഭവമാണ്, സിനിമയാക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ കൊല്ലത്തേക്ക് പോയി. അവിടെ ആൾ ഹോട്ടലിൽ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലോട്ട് സാറ് വന്നതിന് ശേഷം ആള് കഥ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കഥ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെനിക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു. അപ്പം തന്നെ വേറൊരു കോൾ വന്നു. ആൾ വിളിക്കുകയാണ് ചെയ്തത്. അന്നേരം വിളിച്ചിട്ട് നവ്യ നായർ മേഡത്തിനെയാണ് വിളിച്ചത്. ആളെ വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിച്ചു കുറേ നേരത്തേക്ക്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കഥയല്ല, നമുക്ക് ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആക്ടിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു സീൻ പറയാം, അതൊന്ന് ആക്ട് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സർ, ഞാൻ എൻ്റെ സ്റ്റോറി ഫിലിമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ ആക്ടിങ്ങിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഞാനൊരു സീൻ പറയാം, അതൊന്ന് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അത് വളരെ വൾഗറായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബെഡ്റൂം സീൻ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം, ആക്ട് ചെയ്ത് കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ ടച്ച് ചെയ്യാനും അതുപോലെ കിസ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ബെഡിൽ കിടത്താനായിട്ട് ശ്രമിച്ചു. അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും കഥ പറയുന്നതല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ, കഥ കേൾക്കുന്നതല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല സാർ, എന്തായാലും സാർ കഥ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, കേൾക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉറപ്പാണോ, കേൾക്കണമെന്ന് നിർബന്ധമുണ്ടോ, ആക്ടിങ് താല്പര്യമില്ല എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ റൂമിലോട്ട് വരും, നമുക്ക് അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, സാറ് പൊക്കോളൂ, ഞാൻ എറണാകുളത്ത് എപ്പോഴാണോ സാറ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ സ്റ്റോറി വാട്സപ്പ് ഫുള്ളായിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ ആൾക്ക് മനസ്സിലായി ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ ആളപ്പം തന്നെ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ആളിറങ്ങി ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാനും ആ റൂമിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. ആ രാത്രി തന്നെ ഒരു 2 മണിയൊക്കെ ആയി കാണും ഞാൻ ഇറങ്ങിയപ്പോൾ. രാത്രി അത് കഴിഞ്ഞ് അതെ. അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പോൾ ഞാൻ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ഒരു ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ മിസ് കോൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മിസ് കോൾ കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം, എന്ത് പണിയാണ് കാണിച്ചത്, ഇങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങി പോന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡയറക്ടറായിട്ടുള്ള മകളുള്ളതാണ്, എൻ്റെ ഒരു സ്റ്റാറ്റസ് ഇതാണ്, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, കുറേ സോറിയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചതിന് സോറി പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെയൊന്നും പോരാൻ പാടില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ എൻ്റെ സ്റ്റോറി സിനിമയാക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അങ്ങനെയല്ല, എന്തായാലും ഇതാരോടും പറയുകയും ചെയ്യരുത്, അതുപോലെ തന്നെ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് അവിടെ വരെ വന്നതല്ലേ, അപ്പോൾ അതിനെന്തായാലും ഞാൻ കുറച്ച് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് ആളുടെ ഡ്രൈവറാണെന്ന് തോന്നുന്നു, ആളുടെ അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ എനിക്ക് അയച്ചു തരാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം എന്തായാലും എന്നെ വിശ്വസിപ്പിച്ചത് സാറ് കഥ സിനിമയാക്കും, കഥ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഉറപ്പിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് സാറ് പിന്നെ ആക്ടിങ്ങിലോട്ട് തിരിഞ്ഞ് ആക്ടിങ്ങിൻ്റെ ഏറ്റവും വൾഗറായിട്ടുള്ള ഒരു സീൻ പോലെയാണ് അദ്ദേഹം വിവരിച്ചത് എൻ്റെ അടുത്ത്. എന്നിട്ടാണ് എന്നെ ടച്ച് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കിടന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, സാർ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ആളുമായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടായിട്ടില്ല, ആൾ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ടും കോൺടാക്ട് ചെയ്തിട്ടില്ല. അന്ന് രാത്രി എങ്ങനെയാണ് തിരിച്ചെത്തിയത്? 2 മണിക്ക് കൊല്ലത്തുനിന്ന് ഇറങ്ങി, സ്വന്തം നാട് പോലും അല്ല, എങ്ങനെയാണ് കൊച്ചിയിലേക്ക് അപ്പോൾ തിരിച്ചത്? കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഓട്ടോ കിട്ടിയത്. നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ബസ് സ്റ്റോപ്പിലെത്തി, അവിടുന്ന് ബസ് കയറി വരുമായിരുന്നു. ഈ പുലർച്ചെ തന്നെ തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ ചോദിച്ചു കാണുമല്ലോ, എന്തുകൊണ്ട് ഇത്ര ഒരു ചർച്ചയ്ക്ക് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതിനെ കുറിച്ച്? ഇല്ല, ഞാൻ അപ്പോൾ ഈ കൊച്ചിയിൽ തന്നെ ഒരു സ്റ്റേ ആയിരുന്നു. എന്താണ് പരാതിപ്പെടേണ്ട എന്ന് തീരുമാനിച്ചത്? ഇത് മിണ്ടാതിരിക്കാനുള്ള പണമായിരിക്കുമോ 10,000 രൂപ? മിണ്ടാതിരിക്കാനും പിന്നെ അവിടെയൊക്കെ വന്ന വണ്ടി ചെലവ് അങ്ങനെ പറഞ്ഞിട്ടാണ് തന്നത്. അന്ന് പരാതിപ്പെടാൻ എന്താണ് ആലോചിക്കാതിരുന്നത്?
പേടി തന്നെയായിരുന്നു. കാരണം അദ്ദേഹം വലിയൊരു ഡയറക്ടറാണെന്ന് എനിക്കറിയാം. പല സിനിമകളും, ബ്യൂട്ടിഫുൾ, അതുപോലെ കുറേ സിനിമകൾ, ട്രിവാൻഡ്രം ലോഡ്ജ് പോലുള്ള നല്ല സിനിമകളുടെ ഡയറക്ടറാണെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു ഡയറക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സാധാരണ, എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല ഫിലിമിൽ, ഞാനൊരു സാധാരണ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എനിക്കെതിരെ എന്തെങ്കിലും ആയിട്ട് വരുമെന്ന് ഞാൻ പേടിച്ചു. എൻ്റെ പാരൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ അന്നേരം ഈ 2 വർഷം എന്ന് പറയുമ്പോൾ ഈ സമയത്തൊക്കെ WCC ഒക്കെ സജീവമായി നിൽക്കുന്ന സമയമാണ്. ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത് സംസാരിക്കാമെന്ന് ആലോചിച്ചിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ? ഇല്ല, അതിനെപ്പറ്റിയൊന്നും തിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി തിങ്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഗവൺമെൻറ്, പിണറായി സഖാവ് കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നു ഇതിൽ ചെയ്തവർക്കെതിരെയൊക്കെ നടപടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ ഒരു ബലത്തിൽ മാത്രമാണ് ഞാൻ തുറന്നു പറയാന്ന് വിചാരിച്ചത്. അതായത് തുറന്നു പറഞ്ഞാൽ എന്താണ്, പരാതിപ്പെട്ടാൽ സർക്കാർ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരാതിയായിട്ട് തന്നെ പോവുകയാണല്ലേ? അതെ, ഞാൻ പരാതി ഈ ഒരു സംഘത്തിൽ അയച്ചിട്ടുണ്ട്. DGPക്ക് ഇന്ന് രാവിലെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ വന്നിട്ടില്ല ഇതുവരെ. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ വീട്ടിൽ പറഞ്ഞത്? ഇതിങ്ങനെ പറയാമെന്നൊരു തീരുമാനം വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇങ്ങനെ പറയാമെന്നുള്ള ധൈര്യം വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലുള്ളവരോട് സംസാരിച്ചു അല്ലേ? ഇല്ലില്ല, വീട്ടിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് എടുത്തൊരു തീരുമാനമാണ്. കാരണം ഇനിയായാലും ഒരിക്കലും ഒരു പെൺകുട്ടിയും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത്. കാരണം ഫിലിമിലുള്ള എല്ലാവരെയും ഞാൻ അടച്ച് പറയുന്നില്ല, പക്ഷേ കുറച്ച് പേരെങ്കിലും ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ളവരുണ്ട്. അപ്പോൾ ഇനി വരുന്ന പെൺകുട്ടികൾക്കായാലും ആർക്കായാലും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാവരുത്. അവർക്ക് പറയാം. അവർക്ക് ഇപ്പോൾ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി കുട്ടി, എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലാതെ വിളിച്ചു വരുത്തി അപമാനിക്കുക, വിളിച്ചു വരുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇനി ഒരാൾക്കെതിരെയും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. ശരീരത്തിൽ കയറി പിടിക്കുക, അതിനുശേഷം അവിടെ നിന്ന് പോകുമ്പോൾ മകളെ ഓർമ്മിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുക, ഇത് വിചിത്രമായി തോന്നുകയാണ്. ഇതിപ്പോൾ ഈ കാര്യത്തിൽ ഇതിനുശേഷം ഈ 2 വർഷം അന്ന് ഒരു കഥയുമായി സമീപിക്കുന്നു, അതിനുശേഷം വേറെ ആരെയും സമീപിക്കാൻ ധൈര്യമില്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ടോ? പിന്നെ ഈ സിനിമാ മോഹം എവിടെ നിൽക്കുന്നു? ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി? ഇപ്പോൾ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് കോമ്പയറിംഗ് ഒക്കെ ചെയ്യുവാണ്. എന്തായാലും സിനിമയിൽ എനിക്കറിയില്ല എത്രത്തോളം വിശ്വസനീയമായിട്ട് നമുക്ക് ആ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറല്ലായിരുന്നു. ഈ സിനിമാ മേഖലയിൽ വേറെ ആരെയും അറിയൊന്നുമില്ല അല്ലേ? ആരെയും പരിചയമില്ല? ചിലരെയൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അറിയാം. അപ്പോൾ ഈ VK പ്രകാശിനെ കാണുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, ഞാനൊന്ന് കാണാൻ പോകുന്നു എന്ന് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ? അന്ന് എനിക്ക് നമ്പർ തന്നതല്ല, ഇങ്ങനെ പറഞ്ഞിരുന്നു VKPയുടെ ഫിലിമിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ ആ ഫിലിംസൊക്കെ ചിലതൊക്കെ കണ്ടു, ബ്യൂട്ടിഫുൾ, അതുപോലെ ട്രിവാൻഡ്രം ലോഡ്ജൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കോൺടാക്റ്റ് കിട്ടിയത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഫേസ്ബുക്ക് വഴിയാണോ അതോ ഏതെങ്കിലും ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും തന്നതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് ഞാൻ ആളെ കോൺടാക്ട് ചെയ്യുന്നത്. അന്നേരം പറഞ്ഞിരുന്നു ഞാനിങ്ങനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ കണ്ടതിന് ശേഷം ഞാൻ ആരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല. കാരണം അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു അപ്രോച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല, അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് വേറെ ഡിസ്കഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എന്തായാലും ഈ പരാതിയിൽ ഉറച്ചു നിൽക്കും. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവർ മൊഴിയെടുക്കാനൊക്കെ വരുമ്പോൾ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു ലേഡി ഡയറക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴും അവർക്കും ഇതുപോലുള്ള ഒരു സിമിലർ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഡിറ്റോ സെയിം ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയണ്ടേ, ആളുടെ ഒരു ഹോബി പോലെയാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, സെയിം പേഴ്സണിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്താണ് കൂടുതലായി പറയാനുള്ളത്? ഇപ്പോൾ വീട്ടുകാരോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ആ തരത്തിൽ മൊഴി കൊടുക്കൽ, അത്തരം കുറേ പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്, അത് ധൈര്യപൂർവ്വം അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിനെപ്പറ്റി തിങ്ക് ചെയ്തിട്ടില്ല. ടെൻഷനുണ്ട്. കാരണം സിനിമാ ഫീൽഡിലുള്ള കേട്ടുകേൾവി മാത്രമാണ്. ഒരുപാട് മാഫിയ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ടെൻഷനുണ്ട്. എന്തായാലും നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.
നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കണ്ടു കാണുമല്ലോ സ്വാഭാവികമായിട്ടും. അതിൽ ഒരുപാട് പേർ മൊഴി നൽകിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ നയം രൂപീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ മാറേണ്ടതുണ്ട്. എന്നിപ്പോൾ പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനം അടക്കം കണ്ടല്ലോ. മൊത്തം ഈ സാഹചര്യം തന്നെ മാറേണ്ടതുണ്ട്. അതിൽ കുറേ പേരെങ്കിലും പോസിറ്റീവായി രംഗത്ത് വരുന്നു. ഈ മേഖല ഒരു ക്ലെൻസിങ് നടക്കേണ്ടതുണ്ട് എന്ന് എല്ലാവരും തന്നെ ഒരുപാട് പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സിനിമാ മോഹങ്ങളിൽ ഈ പ്രതീക്ഷയുണ്ടോ നിലവിൽ? പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമകൾ ചെയ്യുന്ന കുറച്ച് പേര് അവരെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് സിനിമയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ കലയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് കലാകാരന്മാരെ കലാകാരികളെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം വരെയുള്ളവരാണ് ഇങ്ങനെ പ്രശ്നക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഇപ്പോഴുള്ള തലമുറ കുറച്ചും കൂടെ എന്താ പറയുക ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതുതലമുറ സംവിധായകരിൽ നിന്നും അല്ലെങ്കിൽ സിനിമാ സംഘത്തിൽ നിന്നുള്ള പ്രതീക്ഷ ഏതായാലും വളരെ വളരെ നന്ദി. ഏതായാലും സിനിമാ മേഖലയിൽ തന്നെ തിരക്കഥാകൃത്തായി തന്നെ ഉയരാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. അതുപോലെ ഈ വിഷയത്തിൽ ഉറച്ചു തന്നെ നിൽക്കുക, നീതി ലഭിക്കുന്നവരെ പോരാടുക. മാധ്യമങ്ങൾ എന്തായാലും ഒപ്പമുണ്ട്, ഞങ്ങൾ എന്തായാലും ഒപ്പമുണ്ട്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ശ്രീ ജയചന്ദ്രൻ, ഈ യുവകഥാകൃത്തിൻ്റെ അനുഭവത്തിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെ മറുപടി നൽകും? കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷമായി അവിടെ പരണത്ത് വെച്ചിരിക്കുകയാണ്. ഈ 2 വർഷത്തിനിടയിലാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ആ റിപ്പോർട്ടിന്മേലൊരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് കടക്കാൻ ഇത്തരം ആളുകൾക്ക് ധൈര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇത് ഈ മലയാള ചലച്ചിത്ര മേഖല വലിയൊരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണല്ലോ സമീപ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. തൻ്റെ ശാരീരികമായ അപമാനം താൻ സഹിച്ചാലേ നടിയായി നിലനിൽക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലൂടെ കടന്നു പോയതിനെ പറ്റിയാണ് പല സ്ത്രീകളും പല നടികളും കഥാകൃത്തുക്കളും ഇപ്പോൾ പറഞ്ഞതുൾപ്പെടെ വെളിപ്പെടുത്തുന്ന അതാണല്ലോ. അവർ തന്നെ പറയുന്നുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളെ തുടർന്നാണ് ആ ധൈര്യം ഇപ്പോഴെങ്കിലും തനിക്ക് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അത് ഇനി തുടർന്നും ആ ഒരു കെയറിങ് ഗവൺമെൻറ്റിൻ്റെ നിന്ന് കിട്ടും എന്നാണ് അവരുടെ വിശ്വാസവും. അതുകൊണ്ട് തന്നെ അതുമായി മുമ്പോട്ട് പോകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് DGPക്ക് രാവിലെ മെയിൽ ചെയ്തിട്ടുള്ളത് പരാതി എന്നവർ പറയുന്നുമുണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇന്ന് എത്രയോ പേരാണ് രംഗത്ത് വന്നത്. തങ്ങൾക്ക് നേരിട്ട് അപമാനം എന്ന് പറഞ്ഞ ഒരുപാട് പേര് രംഗത്ത് വരുന്നു. ഇതിനെപ്പറ്റിയൊക്കെ നാളെ മുതൽ അന്വേഷിക്കാൻ തുടങ്ങുകയാണ് പോലീസ്. അപ്പോൾ അത് താങ്കൾ ചോദിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ്. നിശ്ചയമായും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള എന്തെങ്കിലും തുടർ നടപടിയല്ല സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിച്ച് 25-ാം തീയതി പുതിയൊരു IPS ഉന്നത ഉദ്യോഗസ്ഥരുടെ തലത്തിലുള്ള കമ്മിറ്റിയെ വെച്ചത്. ഞാൻ തന്നെ സ്മൃതി കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഒരു ചർച്ചയിൽ മാതൃഭൂമിയിലാണ് ഞാൻ പറഞ്ഞിരുന്നു, ഈ ബംഗാളി നടിയുടെ പ്രശ്നമാണെന്ന് വന്നത്. ഞാൻ പറഞ്ഞു അവർക്ക് അവിടെ നിന്നൊരു ഇമെയിൽ അയച്ചാൽ ഇത് കേസാവും, അത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്, അതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ജോഷി എന്ന് പറഞ്ഞിരുന്നു. അവരുടെ സുഹൃത്തായിട്ടുള്ള ജോഷി എന്ന് ചർച്ചയിൽ പറഞ്ഞു. അപ്പോൾ ആ സോറി പറയാൻ തയ്യാറാവണം രഞ്ജിത്ത് എന്ന് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ അതിനേതായാലും അദ്ദേഹം തയ്യാറായില്ല, രാജിവെക്കുകയാണ് ചെയ്തത്. അതേസമയം ഇന്ന് ആ നടി തന്നെ മെയിൽ അയച്ചിരിക്കുന്നു, ഇമെയിൽ ചെയ്തിരിക്കുന്നു. അത് കേസായിട്ട് എറണാകുളം റൂറൽ SP എടുത്തിട്ടുമുണ്ട്, കേസെടുത്തിട്ടുമുണ്ട്. അത് എറണാകുളത്താണ് പ്ലേസ് ഓഫ് ഒക്കറൻസ്. അതുകൊണ്ട് അവിടെ എടുക്കാൻ കഴിയുള്ളൂ കേസ്. അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്കി അതിൻ്റെ തുടർ നടപടികൾ പുറകെ വരികയും ചെയ്യും. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് മറ്റ് കേസുകൾ വരുന്നുണ്ട്. ആ കേസുകളാണ് നാളെ മുതൽ പോലീസിൻ്റെ പുതിയ സംഘം അന്വേഷിക്കാനായിട്ട് പോകുന്നത്. പലരുടെയും മൊഴിയെടുക്കും. അവരതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസ് ചാർജ് ചെയ്യും, FIR ഉണ്ടാവും, കോടതി നടപടികളിൽ കടക്കും. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വേണമോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് പിന്നീട് തീരുമാനിക്കപ്പെടണം. അപ്പോൾ അതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് ഇപ്പോഴും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അത് സെപ്റ്റംബർ 10 ഹൈക്കോടതി
പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു. അതിനകം സീൽഡ് കവറിൽ അഫിഡവിറ്റ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതെന്താണ് സ്പർശിക്കാൻ പറ്റാത്ത ഒരു മേഖലയായി സർക്കാർ കരുതുന്നത് എന്തുകൊണ്ടാണ്? കോടതി പറഞ്ഞാൽ തൊടും, അല്ലെങ്കിൽ ആ ഭാഗത്തേക്കില്ല, ഞങ്ങൾക്ക് റോളില്ല, അത് ഞങ്ങളതാ കൈമാറി കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് റോളില്ല എന്ന് മന്ത്രി ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. എന്താണ് തൊടാൻ ഭയക്കുന്നത്? അല്ല, യാതൊരു ഭയവുമില്ല. തൊടാൻ ഭയം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, അതൊരു വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയും കൂടിയാണ് സ്മൃതി അങ്ങനെ പറയുന്നത്. കാരണം ഈ 24 നിർദ്ദേശങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുമ്പോട്ട് വെച്ചത് 1 by 1 ആയിട്ട് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് 20-ാം തീയതിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതിൻ്റെ ആ വാർത്താ സമ്മേളനത്തിൻ്റെ വിവരങ്ങളെല്ലാം കൃത്യമായി താങ്കളുടെ മുമ്പിൽ ഉണ്ടല്ലോ എന്താണെന്നുള്ളത്. അതിനകത്ത് ചില കാര്യങ്ങൾ, സിനിമാ നയം, ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന സിനിമാ നയം താങ്കൾക്കും അറിയാം. 52-ലെയും 58-ലെയും 81-ലെയും 3 ആക്ടുകളാണ് 6 ഇനങ്ങളിലായിട്ട് നിൽക്കുന്നത്. വേറെ സിനിമാ നയം കേരളത്തിലില്ല. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു സിനിമാ നയമേ ഇല്ല. അതടക്കം ഇപ്പോൾ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കണം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഈ ചർച്ച ചെയ്താൽ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വരുന്നുമില്ല. അപ്പം അത്തരം ഒത്തിരി കാര്യങ്ങൾ സർക്കാർ തുടക്കമിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രത്യേക വിരോധാന്തി പറഞ്ഞു പണമില്ല, എങ്കിലും ഹേമ കമ്മിറ്റി നിർദ്ദേശം വെച്ചതിനെ തുടർന്ന് ഞങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കോൺക്ലേവിൽ അതടക്കം തീരുമാനിക്കും. പക്ഷേ മറ്റു ചില കാര്യങ്ങളാണ് ഹൈക്കോടതിയിലെ കേസിന് ആസ്പദമായിട്ടുള്ളത്, അതറിയുമല്ലോ. അതിൽ ഗുരുതരമായ മൊഴികൾ, ആ മൊഴികളിൽ കേസെടുത്തുകൂടെ എന്ന് സർക്കാരിനോട് കോടതി അടക്കം ചോദിച്ച സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തിനാണ് മുൻഗണന എന്നിടത്താണ് ഏറ്റവും മുൻഗണന സർക്കാർ നൽകുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനം, ശ്രീ ജയേന്ദ്രൻ. കാരണം കോൺക്ലേവ് എന്നുള്ളത് വിദേശത്തു നിന്ന് പോലും വിദഗ്ധരെ, പ്രഗത്ഭരെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ പരിപാടിയാക്കിയിട്ടാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു പരിപാടിയാണോ ഇപ്പോൾ അടിയന്തരമായി നടത്തേണ്ടത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഞാൻ വരാം, അമൃതയിലേക്ക് പോകുന്നു. അമൃത കെ, ജൂനിയർ ആർട്ടിസ്റ്റ്. അമൃത, ഇപ്പോഴും ഒരു ആർട്ടിസ്റ്റായി നിൽക്കാൻ പറ്റുന്നുണ്ടോ? അമൃതയുടെ ദുരനുഭവം, ഒരു പ്രൊഡ്യൂസറിൽ നിന്നുണ്ടായ ദുരനുഭവം രാവിലെ പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒത്തുതീർപ്പ് വേണ്ടി വരും, അത് പച്ചയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയുകയാണല്ലേ വിളിച്ച് ഫോൺ ചെയ്ത്? അതെ, ഒരിടത്തുനിന്ന് മാത്രമാണോ അനുഭവം? അതൊന്ന് വിശദീകരിക്കാമോ? അതിനുശേഷം എന്ത് ചെയ്തു അമൃത അക്കാര്യത്തിൽ നിന്ന്? ഞാൻ കൂടുതൽ അതിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അയാൾ വിളിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, അമൃത ഇങ്ങനെയൊരു റോളുണ്ട്, ക്യാരക്ടർ റോളാണ്, അത്യാവശ്യം നല്ലതാണ്, അമൃതയ്ക്ക് ഈ ക്യാരക്ടറിന് പറ്റിയ ഫേസ് ആയതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടാണ് ആയിട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൽ ടൊവിനോ ഉണ്ട്, ചാക്കോച്ചനുണ്ട്, നിവിൻ പോളിയൊക്കെ ഉണ്ട്, വേറെ നടിമാരെ പേരൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപർണയുടെ ഫ്രണ്ടായിട്ട് അഭിനയിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല. കാരണം നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളത്. അമൃത സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് അറിയുന്ന ഒരു പ്രൊഡ്യൂസർ, അതെങ്ങനെയാണ് അമൃതയിലേക്ക് ഇയാളുടെ കോൾ എത്തുന്നത്? ഞാൻ 1 വർഷത്തോളമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നതാണ്, ക്രൗഡ് വർക്കിന് പോവാറുണ്ട്. ഇങ്ങനെ ക്യാരക്ടർ റോളിലേക്ക് ഞാൻ ആ സമയത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഉണ്ടാവും, ഒരുപാട് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, അപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഒരു സ്ത്രീ മുഖേനയാണ് എൻ്റെ നമ്പർ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നമ്പർ എവിടെ നിന്നാണ് കിട്ടി? അപ്പം പറഞ്ഞു, ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നൊരു ലേഡി എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ലേഡിയാണ് എനിക്ക് അമൃതയെ സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പുള്ളിക്കാരോട് സംസാരിക്കാൻ നിന്നത്. ശരിക്കും അങ്ങനെ ഒരു സിനിമയുണ്ടോ? അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടോ? ശരിക്കുള്ള പേര് തന്നെയാണോ? ഒരു സിനിമ ഉണ്ടോ വെച്ചാൽ അങ്ങനെ ഷൈജു അല്ലേ വിളിച്ചപ്പോൾ പറഞ്ഞ പേര്? അത് കൂടുതൽ അതെ ഷൈജു എന്നാണ്, പ്രൊഡ്യൂസർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രൊഡ്യൂസർ നേരിട്ട് വിളിക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം പ്രൊഡ്യൂസർ അങ്ങനെ നേരിട്ട് വിളിച്ച് പറയൂലല്ലോ. ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് സംസാരിക്കുക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസറാണ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കത് തീർച്ചയായിട്ടും അതൊരു ഫേക്കാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതിനുശേഷം അതിന്മേൽ എന്തെങ്കിലും ചെയ്തോ? ആരുടെങ്കിലും പരാതിപ്പെടുകയോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, അങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ ഇതിന് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ കുഴപ്പമില്ല, വേറെ റോള് വരികയാണെങ്കിൽ, നല്ല അത്യാവശ്യം റോള് വരികയാണെങ്കിൽ, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത റോള് വരികയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്
ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. പിന്നെ ഞാൻ അവരെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇതെപ്പോഴാണ് അങ്ങനെ ഒരു ടീം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇത് ഫെബ്രുവരി, ഈ വർഷം തന്നെ ഫെബ്രുവരി മാസങ്ങളെ ആയിട്ടുള്ളൂ? മാസങ്ങളായിട്ടുള്ളൂ. അതിനുശേഷം വേറെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചോ? അടുത്ത മെയ് മാസത്തിൽ ഒരു ഇല്ല കയറിയിട്ടില്ല, വേറെ മൂവിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല. ഈ അമൃതയ്ക്ക് ഇത് ആദ്യ അനുഭവമായിരുന്നോ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്? അതെ, എനിക്കിത് എനിക്കിത് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. കാരണം ഞാൻ എൻ്റെ മേഖല എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം ഇതിനോടൊരു പാഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കയറി എന്നുള്ളതാണ്. അത്രയും നമ്മൾ അതിലേക്ക് വളരെ കെയർ ചെയ്തിട്ട് നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് എൻ്റെ ഫ്രണ്ട് മുഖേന ഞാൻ ഇതിലേക്ക് കയറുന്നത്. ജേർണലിസം ഫീൽഡിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അവൻ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെങ്ങനെ ഏതൊരു റോള് വരികയാണെങ്കിൽ നീ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ആ ഒരു വർക്ക് വന്നിട്ടുണ്ടടാ, അത്യാവശ്യം നല്ലതാണ്, എനിക്കറിയാവുന്ന കോർഡിനേറ്ററാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ഫിലിം മേഖലയാണ്, അപരിചിതരായ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർ വാങ്ങിക്കുന്ന നമ്പറൊക്കെ വാങ്ങിക്കാൻ വരും, അപ്പോൾ അതിലേക്കൊന്നും നിൽക്കരുത്, കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് നോക്കി ശ്രദ്ധിച്ച് അങ്ങനെ പോകുന്ന ഒരു ഇതിലായിരുന്നു. ശരി അമൃത, ഈ ഒരു വർഷത്തേക്ക് നമ്മൾ അമൃത ഒരു മിനിറ്റ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നു. കിട്ടിയതിനു ശേഷം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും. അതെ, അത് ഈ SITയുടെ മാൻഡേറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻ കിട്ടിയതിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ചുള്ള തുടർ നടപടികൾ എടുക്കുക. അതെ, അതല്ല ഇപ്പോൾ പറഞ്ഞത്. മൊഴിയെടുക്കൽ 354 സെക്ഷൻ 354 പഴയ IPC സെക്ഷൻ 354 ആണ്. 354 അതെ, പഴയ IPC ആണ്. ഓക്കെ, ബംഗാളി നടിയുടെ പരാതി ലഭിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേസെടുത്തിരിക്കുന്നു ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ. അമൃത പറഞ്ഞ് അവസാനിപ്പിക്കാം. അമൃത, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇനി പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് പരാതി പറയുന്നവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി ഒരു അന്വേഷണ സംഘം നാളെ ഇപ്പോൾ ആദ്യ യോഗം ചേരാനിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പരാതി കൊടുക്കുന്നുണ്ടോ അമൃത? പരാതി കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ബ്രാഞ്ച് വന്നായിരുന്നു, വീട്ടിൽ വന്നായിരുന്നു, ഒരു SI വന്നായിരുന്നു, പ്രദീപ് എന്ന് പറയുന്ന SI. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവസ്ഥ എന്താണ് സംഭവിച്ചെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ. അപ്പം പരാതി കൊടുക്കാൻ അമൃതയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം, അവിടേക്ക് വന്നു കഴിഞ്ഞാൽ പരാതി എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതിലേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ട് എന്തായാലും. ശരി ബിന്ദു, ഇപ്പോൾ കേസെടുക്കലുകൾ നടത്തേണ്ടി വരും. ഇപ്പോൾ ഇതാ ഈ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു ബംഗാളി നടി എന്നുള്ളതാണ്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം കണ്ടല്ലോ. കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു തുടർച്ചയുണ്ടാകും. പരാതി വരികയാണെങ്കിൽ കേസെടുക്കേണ്ടി വരും. അപ്പോൾ മുകേഷിന്റെ കാര്യത്തിലും ആ രൂപത്തിൽ അത് സംഭവിക്കും. ബിന്ദു, തീർച്ചയായും മുകേഷിന്റെ കാര്യത്തിൽ പിണറായി സർക്കാർ മുകേഷിനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തും കേരളത്തിലെ പൊതുമണ്ഡലത്തിന് മുന്നിലുള്ള ബോധ്യമെന്ന് പറയുന്നത്. അതല്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നെങ്കിലും മുകേഷിനെ മാറ്റി നിർത്താൻ കേരള സർക്കാർ തയ്യാറാകുമായിരുന്നു. സ്ത്രീ പീഡകർക്ക് ഒത്താശ ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങൾ PK ശശിയുടെ കാര്യത്തിലാണെങ്കിലും വടക്കാഞ്ചേരി പീഡനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഈ 8.5 വർഷക്കാലങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് ലഭ്യമായതിനു ശേഷം അത് പുറത്തുവിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സത്വര നടപടികൾ അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്ഷൽ ഹരാസ്മെൻറ്റ് ഒരു ഭാഗത്ത്, ആർട്ടിസ്റ്റുകളെ വിവേചനപരമായി കാണുന്നത്, ഭക്ഷണത്തിൽ പോലും വിവേചനം കാണുന്നത്, പന്തിഭോജനമൊക്കെ നടത്തി വിവേചനം ഇല്ലാതാക്കിയ നവോത്ഥാന കേരളത്തിലാണ് ഇപ്പോൾ ഈ കുറേ സിനിമ ആളുകൾ ചേർന്ന് ആ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും വിവേചനം നടത്തുന്നു. എന്തിന് സ്ത്രീകൾക്കൊരു പ്രാഥമിക ആവശ്യം നിറവേറ്റുവാനുള്ള സൗകര്യങ്ങൾ പോലും പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ സംസാരിച്ച പെൺകുട്ടികൾ, യുവ കഥാകൃത്തും അതുപോലെ തന്നെ അമൃത അടക്കമുള്ളവർ സംസാരിച്ചത് ഒരു പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്ന് ഏറ്റവും അടുത്ത സമയത്ത് ആ റിപ്പോർട്ട് സംബന്ധിച്ച നടപടികൾ സർക്കാർ എടുത്തിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം അതിനുശേഷം 2019 ഡിസംബർ 31 ശേഷം ഉണ്ടായ ദുരനുഭവങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. ആ രീതിയിലെങ്കിലും കേരളത്തിലെ സ്ത്രീകളെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു.
വരില്ലായിരുന്നു. അത് തന്നെയാണ്. അത് മുകേഷിനെ സംരക്ഷിക്കാനാണോ ഇത് ഒതുക്കി വെച്ചതെന്ന് പോലും സംശയമുണ്ട്. അത്തരത്തിൽ സർക്കാരിന് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഉള്ളത് കൊണ്ടായിരിക്കാം അന്ന് ആ രീതിയിൽ ഞാൻ അടക്കമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിൽ ആരെങ്കിലും സംശയിച്ചാൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ ഞങ്ങളെയൊക്കെ ആക്ഷേപിച്ച് ആ മുകേഷിനെ പോലുള്ളവരുടെ സ്ത്രീപീഡന പരമ്പരകളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സ്വന്തം ഭാര്യ സരിത വന്ന് മാനസികവും ശാരീരികവുമായി ആ മനുഷ്യനെ എത്രയാണ് പീഡിപ്പിച്ചതെന്ന് എത്രയോ തവണ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതല്ല ഇപ്പോൾ രണ്ട് വനിതകൾ ഇപ്പോൾ ആ ആരോപണവുമായി മുന്നോട്ട് നിൽക്കുന്നത്. എന്തിന് സർക്കാരിന് മാത്രം ഒരു കുലുക്കമില്ല. എന്നിട്ടും വന്ന് പറയുക പ്രതിപക്ഷ MLA-മാർക്ക് രാജിവെപ്പിച്ചത് അവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കാൻ രാഷ്ട്രീയ എതിരഭിപ്രായമുള്ളൊരു സർക്കാരുണ്ടല്ലോ. ആ സർക്കാർ എടുത്തല്ലോ നടപടി. ഞങ്ങൾ ആരും ആ MLA-മാരൊന്നും നിയമത്തിന് മുന്നിൽ മാറ്റി നിർത്തിയില്ലല്ലോ. നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന കൃത്യമായ നിലപാട് തന്നെയാണ് എടുത്തത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ധാർമ്മികമായി സ്ത്രീപീഡന ആരോപണം നേരിടുന്ന ഒരാളെ തന്നെ കോഴിക്കോടിന് കാവല് കുറുക്കനെ ഏൽപ്പിക്കുന്നത് പോലെ സിനിമാ നയം രൂപീകരിക്കാനുള്ള സമിതിയിൽ മുകേഷിനെ അംഗമാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള നയമാണോ ഇനിയും പെൺകുട്ടികളെ ആക്രമിക്കാനും പീഡിപ്പിക്കാനും ആക്ഷേപിക്കാനുമുള്ള നയമാണോ കേരളത്തിലെ ഗവൺമെന്റ് സിനിമാ മേഖലയിൽ നടപ്പിലാക്കാൻ പോകുന്നത്? അങ്ങനെ നടപ്പിലാക്കുകയാണ്. അത്തരത്തിൽ ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് കോൺക്ലേവ് നടത്തിയാണെങ്കിൽ അത് അംഗീകരിക്കാൻ ഞങ്ങളോട് രാഷ്ട്രീയ എതിരഭിപ്രായം ഉള്ള വനിതകൾക്ക് പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടതുപക്ഷക്കാർക്കെതിരെയൊക്കെ ആരോപണം വന്ന സാംസ്കാരിക കേരളത്തിൽ കുറെ ആളുകൾ വക്കീലന്മാരും വന്ന് അവരെ എങ്ങനെ ന്യായീകരിച്ചു വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. കുറഞ്ഞപക്ഷം സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള കൃത്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോയേ മതിയാകൂ. തീർച്ചയായും സമയക്കുറവുമില്ല. ഞാൻ ബാക്കി ആരിലേക്കും ഇനി വരുന്നില്ല. നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അമൃത, കഥാകൃത്ത് ബിന്ദു കൃഷ്ണ, M. ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് C. ഷുക്കൂർ.